ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സുഗിയനാണ് കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന സുഗിയനല്ല. സാധാരണ നമ്മൾ ചെറുപയർ വെച്ചിട്ടല്ലേ സുഗിയൻ ഉണ്ടാക്കുക. ഇതിന് സുഗിയൻ എന്ന് പേര് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സുഗിയൻ പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറുപയറിന് പകരം ചെറുപയർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സുഗിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സുഗിയൻ നല്ല പേര് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞാൻ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് മുഴുവനായിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം. ഇപ്പോൾ ഒറ്റ കൈ വെച്ച് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതാ ഹെയറൊക്കെ കട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ മുടി ഒരു നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൈ വെച്ചിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ലെയർ കട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുതിയ രീതിയിലുള്ള സുഗിയൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളക്കടല വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് തന്നെ വേണമെന്നില്ല, 1.5 കപ്പ് എടുത്താലും മതി. പിന്നെ മൈദപ്പൊടി നമ്മൾ എത്ര കടല എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും, അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കടല വേവിച്ചതൊന്ന് ഉടച്ചെടുക്കണം. കടല വേവിച്ചപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് കടല വേവിച്ചിട്ടുള്ളത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടല 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളത്. ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം, മെൽറ്റ് ചെയ്യാതെയും ചേർക്കാം. ഞാൻ മെൽറ്റ് ചെയ്യാതെയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാകം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് മെൽറ്റ് ചെയ്യാതെ ചേർക്കുന്നത്. മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 200 ഗ്രാം ശർക്കരയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് വളരെ ചെറിയ അളവിൽ വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടലയൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ നമ്മുടെ കടല മുഴുവൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് ഉടച്ചെടുക്കേണ്ട, ചെറിയ ചെറിയ തരികളോടുകൂടി, ചെറിയ കട്ടകളോടുകൂടി ഉടച്ചെടുക്കുക. ഫൈനായിട്ട് ഉടച്ചെടുക്കേണ്ട. അതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് പോലെ ആയി പോവും. അതുപോലെ ചെയ്യരുത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടാവുമൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടലയിലേക്ക് തന്നെ 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. നെയ്യും കടലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടല നെയ്യൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർക്കരുതെന്ന് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശർക്കര പാനി ചേർക്കുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കടല ആയതുകൊണ്ട് ചെറുപയർ പോലെയല്ല, വല്ലാതെ പേസ്റ്റ് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആദ്യം ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശർക്കര ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. ശർക്കര നന്നായിട്ട് ഈ കടലയിലേക്ക് അബ്സോർബ് ആവണം. അപ്പോൾ ആ നെയ്യുടെ ഫ്ലേവറും നമ്മുടെ ശർക്കര മെൽറ്റായി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും എല്ലാം നമ്മുടെ കടലയിലേക്ക് പിടിച്ചു വരും. ഒപ്പം തന്നെ നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ ഏലക്കപ്പൊടി. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഏലക്കപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരവിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇതെല്ലാം മിക്സായി കഴിഞ്ഞിട്ട് ഞാൻ പറയാം വീണ്ടും ശർക്കര ചേർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയുടെ മിക്സ് റെഡിയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. നമുക്ക് എത്രത്തോളം മഞ്ഞ കളർ വേണം എന്നുള്ളതനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഫുഡ് കളർ ചേർക്കരുത് കേട്ടോ, മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഔട്ടർ കവറിങ് കിട്ടുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മുടെ പഴംപൊരിയുടെ മാവിനേക്കാൾ കുറച്ചുകൂടി തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഇടയ്ക്ക് നമ്മുടെ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാനും മറന്നു പോരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിക്സും
ചൂടൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് മാത്രം ഇതുപോലെ ചെറിയ ബോൾസ്, ഒരു മീഡിയം വലിപ്പമുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു മിക്സ് നമ്മുടെ സുഗിയൻ്റെ മിക്സ് പോലെയല്ല, ചെറുപയർ സുഗിയൻ്റെ മിക്സ് പോലെയല്ല. ഈ ഒരു മിക്സ് ഉരുട്ടുമ്പോൾ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഉരുട്ടുക. അപ്പോൾ നിങ്ങളൊരു ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ട് ചൂട് മാറ്റിയെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ചൂട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം ഉരുട്ടിയെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ അളവിൽ ഉരുട്ടുകയാണെങ്കിൽ ഒരു 26 ബോൾസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റ് ആയോന്നറിയാൻ ഞാൻ ഒരു ഡ്രോപ്പ് ബാറ്റർ ഒഴിച്ച് നോക്കിയതാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ എണ്ണം ഒരുമിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ച് പരന്ന പാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനൊരു 4-5 എണ്ണം വീതമേ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരേ സമയത്ത്. സാധാരണ നമ്മൾ സുഗിയനൊക്കെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്ന ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ബാറ്റർ ഒരുപാട് തിന്നും ആവരുത്, വല്ലാതെ തിക്കും ആവരുത്, അത്രയും മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എണ്ണ വലിച്ചെടുക്കും. അത് മാത്രം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഇനി എങ്ങനെയാണ് നമ്മുടെ സുഗിയൻ്റെ കറക്റ്റ് കളർ എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കടല സുഗിയൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.